ഒരു പരസ്യ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനെത്തിയതാണ് വിദ്യാബാലൻ. അപ്പോഴാണ് മോഹൻലാൽ ചിത്രമായ ചക്രത്തിൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ ഓഫർ വരുന്നത്. മോഹൻലാലിൻ്റെ ആരാധികയായതുകൊണ്ട് തന്നെ ഓഡിഷനിൽ പങ്കെടുക്കാൻ അമ്മ സമ്മതിക്കുകയും ചെയ്തു. ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാബാലൻ. 15 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. പിന്നീട് മുംബൈയിലേക്ക് പറഞ്ഞുവിട്ടു അണിയറ പ്രവർത്തകർ. അതേക്കുറിച്ച് വിദ്യാബാലൻ പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻലാൽ സാറിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. തത്കാലം ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഒരു മാസത്തിന് ശേഷം പുനരാരംഭിക്കാം എന്നവർ പറഞ്ഞു. സംവിധായകനും മോഹൻലാലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനാൽ മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. സിനിമയിൽ ഇങ്ങനെയായിരിക്കും എന്ന് കരുതി ഞാൻ ബോംബെയിലേക്ക് മടങ്ങി, വിദ്യാബാലൻ പറയുന്നു. ചക്രത്തിന് പിന്നാലെ 9ഓളം ചിത്രങ്ങളിലേക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു വിദ്യാബാലന്. ചക്രം മുടങ്ങിയതോടെ ആ സിനിമകളെല്ലാം നഷ്ടപ്പെട്ടു. രാശിയില്ലാത്തവളാണ് എന്ന പേര് വേറെയും. മോഹൻലാലും ആ സംവിധായകനും തമ്മിൽ മുൻപ് 8 ചിത്രങ്ങൾ ചെയ്തിരുന്നു. ചക്രം 9ാമത്തെ ചിത്രമായിരുന്നു. അതുകൊണ്ട് സിനിമ മുടങ്ങാനുള്ള കാരണം ആ പെൺകുട്ടിയാണ് എന്ന് ആളുകൾ വിധി എഴുതുകയായിരുന്നു.